ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അനങ്ങി പോകരുത്. ഇനി നീ അവിടെ നനങ്ങിയോ ഇവളിവിടെ വെടികൊണ്ട് ചത്തു വീഴും. പറഞ്ഞ പോലെ ചെയ്യൂ ഡേവിസ. നിന്നെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് നടക്കുന്ന ഇവളെ ഇനി എനിക്ക് വേണമെന്നില്ല. നമുക്ക് വണ്ടി തള്ളിക്കൊണ്ടു പോവാം. ഞാനും തള്ളാം. എവിടം വരെ? ഇത് ബുള്ളറ്റാ. എന്തായാലും തള്ളു. ഈ വീടിന് മുന്നിൽ കുറച്ച് മാറ്റി വെക്കാം, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓ, അല്ലെങ്കിലും നിന്നെ കൊണ്ട് ഇങ്ങനൊരു സാഹസത്തിന് ഇറങ്ങി പുറപ്പെട്ടപ്പോഴേ ഓർത്തതാ ഇതൊക്കെ സഹിക്കേണ്ടി വരുമെന്ന്. ഒന്നിച്ചൊരു ജീവിതം തുടങ്ങാൻ പോകുമ്പോ ഇങ്ങനെയുള്ള ചില കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ സഹിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടാവൂ. ഇങ്ങോട്ട് ആഞ്ഞു തള്ളു. തള്ളുവല്ലേ? ഇനി വണ്ടി സ്റ്റാർട്ടാക്കല്ലോ അല്ലേ? എന്നാ കേറ്. പോം. അണ്ണന്മാരെല്ലാരും ഉണ്ടല്ലോ. ഇങ്ങനൊരു ടെസ്റ്റ് ഇവിടെ ഉണ്ടാവുന്ന നീ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല അല്ലേ? ഓക്കെ, പക്ഷെ ഇനി നീ കാണാൻ പോകുന്നത് നിനക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത കാഴ്ചകളാ. ആനടി കേറ്, വേഗം കേറ്. വണ്ടി എടുക്ക. ഡേവിസേ, ഇന്ന് തീരണം ശിവന്റെ ഈ താണ്ഡവം. ഇനി അവൻ ഈ ഭൂമിയിൽ വേണ്ട. പ്ലാമൂട്ടുകാരുടെ സർവനാശത്തിനായി മഹേന്ദ്രൻ സൃഷ്ടിച്ച ഈ യാത്രാവിനെ നമ്മൾ ഇന്ന് തീർക്കും. ശരിയാ. ഇനി ഇവനെ അഴിച്ചുവിട്ടാ പൊട്ടിയ പട്ടം പോലെയാവും. എവിടെ ചെന്നാ കയറുന്ന പറയാനാവില്ല. വേഗം വിട് എന്റെ ആന്റണി. അവൻ എസ്കോട്ട് പോകാൻ വേണ്ടിയല്ല നമ്മൾ വന്നിരിക്കുന്നത്. മുടിഞ്ഞവന്റെ ബൈക്കിന് ഉടുക്കത്തെ സ്പീഡാണ്. ശരം വിട്ട പോലെ അല്ലേ പോന്നെ. അതിലും വേഗത്തിൽ അവന്റെ ജീവൻ പോണം. കണ്ടോടി, ഇത്രേ ഉള്ളു കാര്യം. ശിവ, എന്നെ നീ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? അതെല്ലാം സസ്പെൻസാ. നിനക്കെന്താ എന്നെ വിശ്വാസമല്ലേ? ഓ, അതുകൊണ്ടല്ലേടാ നിന്റെ കൂടെ വരുന്നേ. ഇറങ്ങ. ഇറങ്ങാനാ പറഞ്ഞത്.
വാടി ഇവിടെ. ഡേവിസേ, വിളിച്ചോ. വാടി. ഇവിടെ നിക്കടി. ഇങ്ങനെ എന്റെ തോക്കിന്റെ മുന്നിൽ നിരായുധനായി നിൽക്കേണ്ടി വരുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ലല്ലേ? നിന്റെ ചങ്കിന്റെ പിടപ്പ് എനിക്കിപ്പോ കേക്കാം. അടങ്ങി നിൽക്കടിയോടെ. ശരിക്കും ഭയന്നല്ലേ? ഒന്ന് പോടെ ഇറക്ക. ഉത്സവപ്പറമ്പിൽ കിട്ടുന്ന ഈ സോഡാവട്ട് വെച്ചിട്ടുള്ള പിള്ളേര് കളിക്കുന്ന കളിത്തോക്കില്ലേ, അതിനേക്കാ കഷ്ടമായത്. ഇതൊക്കെ വെച്ചൊന്ന് പൊട്ടിക്കാൻ നോക്കിയാ വെടി കൊള്ളേണ്ടവൻ വെടി കൊള്ളാൻ വേണ്ടി വെയിറ്റിംഗ് ചാർജും കൊടുത്ത് കിടക്കേണ്ടി വരും ഈ ക്നാപ്പിന് മുന്നില്. നിന്റെ കയ്യിൽ എന്നെ കൊല്ലാൻ വേണ്ടി ഇത് തന്നുവിട്ട് നിന്റെ അപ്പനെ സമ്മതിക്കണം. കൈതൊട്ട സെപ്റ്റിക്കിന് ടീറ്റി എടുക്കേണ്ട ക്നാപ്പും കൊണ്ട് അവൻ കൊല്ലാൻ വന്നേക്കുന്നു. ഇപ്പൊ കേൾക്കുന്ന പെരുമ്പറ നിന്റെ നെഞ്ചിനുള്ളിൽ നിന്നാ. എടാ, ഒരുത്തനെ കൊല്ലാൻ വരുമ്പോ ആദ്യം വേണ്ടത് മനക്കരുത്താ. പിന്നെ ശത്രുവിന്റെ നീക്കങ്ങളും ചിന്തകളും മനസ്സിലാക്കാനുള്ളൊരു മനസ്സും. ഇത് രണ്ടും നിനക്കില്ല. നീ വെറും അമൂൽ ബേബിയാ. നിനക്ക് നിന്റെ അപ്പന്റെ അമ്മയുടെ മടിയിൽ കിടന്ന് കുപ്പിപ്പാല് കുടിക്കേണ്ട പ്രായോ. കുറച്ചുകൂടി മൂക്കട്ടറാ, തണ്ടലിന് ബലം വരട്ടെ. എന്നിട്ട് വാ ആണായി പിറന്നവന്റെ നേരെ ആണത്തം കാണിക്കാൻ. അല്ലാതെ വന്നാ മുഖമടച്ചാട്ടും. ദാ ഇതുപോലെ. അനങ്ങി പോകരുത്. ഇനി നീ അവിടെ നനങ്ങിയോ ഇവളിലൂടെ വെടികൊണ്ട് ചത്തു വീഴും. പറഞ്ഞ പോലെ ചെയ്യൂ ഡേവിസ. നിന്നെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് നടക്കുന്ന ഇവളെ ഇനി എനിക്ക് വേണമെന്നില്ല. പക്ഷേ നീ ഇനി അവിടുന്ന് ഒരടി അനങ്ങിയാ എന്റെ കൈകൊണ്ട് ഇവളിവിടെ പിടഞ്ഞു വീഴും. കാരണം ഇത് ഞങ്ങളുടെ അവസാന പോരാട്ടമാടാ. കൊല്ലുമെന്ന് പറഞ്ഞ കൊല്ലും. തോക്ക് താഴെയാ ഇടാൻ.